60 ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അനീഷ് കയറി കപ്പടിക്കുന്നു അല്ലെ അനീഷ് കൊളുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്തോ ഉണ്ടാക്കാനാണോ ഇപ്പൊ ഈ വീഡിയോ ചെയ്തുകൊണ്ട് വരുന്നത്. അതായത് ഒരു സെലിബ്രിറ്റി ഒരിക്കലും ഒരു സാധാരണക്കാരൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കത്തില്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് അവിടെ കിട്ടാനായിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതായത് അനീഷ് മൂലം ഇയാൾക്ക് ഇപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി നാണം കെട്ടവനെ എന്നേ പറയൂ, വെറും നാണം കെട്ടവൻ. ഇവന് കുറച്ചെങ്കിലും അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ റോബിന് ഈ അനീഷ് ബിഗ് ബോസിൽ കയറി ആദ്യത്തെ ആഴ്ച തന്നെ ഇത് വെളിപ്പെടുത്തേണ്ടതല്ലേ. ഇതുപോലുള്ള വൃത്തികെട്ട സെലിബ്രിറ്റികളെ ഈ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമ്മൾ എടുത്ത് ചീപ്പായിട്ട് തന്നെ കാണണം. ഇതുപോലെ സിനിമയിലുണ്ട്. അശ്വന്ത് കൊക്ക് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ, അവനെ ആരെങ്കിലും ഏതെങ്കിലും സിനിമാ നടന്മാർ പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരുന്നവൻ, അവൻ ഒരു സിനിമയെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞപ്പം അവനെതിരെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും ഈ അശ്വന്ത് കോക്ക് എന്നുള്ള വാക്ക് പറയാൻ പോലും ഈ നാണകെട്ടവന്മാർക്കൊന്നും ധൈര്യമില്ല. ഇപ്പം ഏതാണ്ട് ഈ സിനിമാ നടന്മാരെക്കാട്ടിലും പ്രശസ്തി അശ്വന്ത് കോക്കിന് വന്നു എന്ന് കണ്ട ആ നിമിഷം തൊട്ട് ഈ പരമനാറി ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ ചെറ്റകള് ഇവന്മാർ നേരെ അശ്വന്ത് കൊക്കിന്റെ പേര് പറയാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഇവന്മാരുടെ ശരിക്കുള്ള മുഖം. ഈ റോബിൻ രാധാകൃഷ്ണന്റെ ഒറിജിനൽ മുഖം കണ്ടു. റോബിനെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക 99% സെലിബ്രിറ്റികളും ഈ നാണം കെട്ടവന്മാര് ഒരുത്തരെയും ഒരു സാധാരണക്കാരനെയും ഒരു കോമണറെയും ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യില്ല. അവനൊക്കെ അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ ഈ നാണം കെട്ടവന് ഈ റോബിൻ എന്ന് പറഞ്ഞ നാണം കെട്ടവന് അനീഷ് മൂലം അവന് ഒന്ന് സ്ക്രീൻ സ്പേസ് കിട്ടി അവനൊന്ന് പൊങ്ങി വരാനുള്ള ഒരു സാഹചര്യം വന്നപ്പം മാത്രം എന്തുകൊണ്ടാണ് ആ ചെറ്റ റോബിനെ നീ ഇപ്പൊ അനീഷിന്റെ പേര് പറഞ്ഞത്? പരമ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു.